ഹായ്, നമസ്കാരം. ഇപ്പോൾ എന്ത് പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചി? ഇപ്പം നിലവിൽ നമ്മുടെ ജാഫർ ഇടുക്കിയും ഷാനു റഹീം ഒക്കെ ഉള്ള സിനിമ ഖുഷ്ബു എന്നുള്ള സിനിമയാണ്. അതിൽ എൻ്റെ സോങ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയാണ് പാടിയിരിക്കുന്നത്. അതിനിപ്പം മെയിൽ റിലീസാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ അജയ് വാസുദേവ് സാറ് മെയിൻ നായകനാകുന്ന സിനിമയിൽ മെയിൻ വില്ലൻ്റെ വൈഫായിട്ടാണ്. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്ക്. അത് ഈ മാസം ലാസ്റ്റ് തുടങ്ങാൻ പോകുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ റിലീസ് ഇപ്പോൾ ജാഫർ ഇടുക്കിയുടേത് ഏതാണ്? മെയിലായിരിക്കും. അതിൻ്റെ ഡബിങ്ങും എല്ലാം കഴിഞ്ഞു. ബാക്കിയുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചിയുടെ ഈ ഫീൽഡിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് കുഞ്ഞുനാളിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കാരണം അതൊന്നും പറ്റിയിട്ടില്ല. പിന്നെയാണ് നമ്മുടെ 2018 നമ്മുടെ ഗൃഹലക്ഷ്മി മിസ് കേരള വന്നു. അതിൽ ട്രിവാൻഡ്രം ഞാനായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻഷ മൂവിക്ക് ഓഡീഷന് പോകുന്നതും. അങ്ങനെ പിന്നെ ആ സിനിമയിലോട്ട് കിട്ടുകയും പിന്നെ ഞാൻ സിനിമയിലോട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ ആക്ടിങ്ങൾ ഭീമ ജ്വല്ലറിയിലെ മോഡലാണ്, പിന്നെ സിൽഹൗസ് വെഡിങ് സാരി മോഡലാണ്, പിന്നെ ആഡുകളും ഇങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നു. സിനിമ എന്ന് പറഞ്ഞ ഒരു പാഷനായിരുന്നു എനിക്ക് പണ്ട് പോലെ. കാരണം കോളേജിലൊക്കെ മോണാക്റ്റും കഥാപ്രസംഗവും എല്ലാത്തിനും ഫസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം സിനിമയിലോട്ട് അങ്ങനെ ഇറങ്ങി. അപ്പം വലിയ ഇപ്പം ചെറിയ സിനിമകളൊക്കെ ചെയ്ത് വലുതിലോട്ട് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നു. ഓക്കെ, എത്ര വർഷമായി കാണും? ഇപ്പോൾ ഒരു 4 വർഷമാവും. ഇതിലോട്ട് ഇറങ്ങിയിട്ട് 4 വർഷമാവും. പിന്നെ സെലക്റ്റീവായിട്ട് നല്ല ക്യാരക്ടറുകൾ മാത്രം ചെയ്തു പോകും. ഫാമിലിയൊക്കെ കുറിച്ചൊന്നും? ഫാമിലി, ഹസ്ബൻഡ് ജിനേഷ്, അദ്ദേഹം ബിസിനസ്സാണ്. മോള് ജനനി ഇപ്പം +2 എക്സാം കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാലോ, വിവാഹം കഴിഞ്ഞിട്ട് സിനിമ അഭിനയം നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. പക്ഷേ സിനിമ അഭിനയം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വിവാഹം കഴിയുമ്പോൾ അഭിനയം നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചാണ്. ഞാനൊരു കുട്ടിയുടെ അമ്മയും ആയതിനു ശേഷം സിനിമയിലോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ പോകാനും എല്ലാം പറ്റുന്നത്. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ.